ഒരുപാട് യാത്ര നടത്തുന്നവരല്ലേ നമ്മൾ. ഓരോ യാത്രയും വ്യത്യസ്തമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ വരൂ, പൈതൽ മലയിൽ പോയി വരാം. കണ്ണൂരിലെ മലകളുടെ റാണിയെന്ന് വിശേഷിപ്പിക്കാവുന്ന പൈതൽ മല സമുദ്രനിരപ്പിൽ നിന്ന് 1372 മീറ്റർ ഉയരത്തിൽ ഒരു ശാന്തമായ കുന്നിൻ പ്രദേശം. ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട പച്ച പുതച്ച പുൽപ്പരപ്പും മലനിരകളും ദൂരക്കാഴ്ചയുമെല്ലാം പൈതൽ മലയിലെത്തുന്ന സഞ്ചാരികളുടെ മനം നിറയ്ക്കും. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിലൊന്നാണ് പൈതൽ മല. ജില്ലാ ആസ്ഥാനമായ കണ്ണൂരിൽ നിന്ന് 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ പറ്റും. മലമുകളിലേക്ക് ട്രെക്കിങ്ങിന് 2 വഴികളാണുള്ളത്. 2 വഴികളും 6 കിലോമീറ്ററോളം ദൂരമുള്ളതാണ്. ഒരു വഴി കാപ്പിമലയിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇത് മറ്റേ വഴിയേക്കാൾ കുറച്ചുകൂടി ദുർഘടമാണ്. പരിചയസമ്പന്നരായ ആളുകൾക്ക് മാത്രമേ ഇതുവഴി അനായാസം കടന്നു പോകാൻ പറ്റൂ. രണ്ടാമത്തെ വഴി കുടിയാൻമല പൊട്ടൻപ്ലാവ് വഴി എത്തുന്നതാണ്. സാധാരണ സഞ്ചാരികൾക്ക് ഈ വഴി പോകുന്നതാണ് സൗകര്യപ്രദം. പകൽ പോലും സൂര്യപ്രകാശം എത്താൻ മടിക്കുന്ന നിബിഡ വനത്തിനുള്ളിലൂടെ മലഞ്ചെരിവുകൾ താണ്ടിയാണ് വിശാലമായ പുൽപ്പരപ്പിലും അവിടെ നിന്ന് വാച്ച് ടവറിലേക്കും എത്തുക. മലഞ്ചെരിവിൽ വനം വകുപ്പിൻ്റെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് തുടങ്ങുന്ന യാത്ര അവസാനിക്കുന്നത് 3 കിലോമീറ്ററോളം ദൂരെ വാച്ച് ടവറിലാണ്. പുൽമേടെത്തുന്നതുവരെ നിബിഡ വനത്തിൻ്റെ കാഴ്ചകളാണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പച്ചപ്പിൻ്റെയും മലനിരകളുടെയും ഒരു മായിക ലോകമാണ് തുറക്കുക. പുല്ല് നിറഞ്ഞ മലഞ്ചെരിവുകളിൽ കാറ്റ് വീശുമ്പോൾ ഒരു പച്ചക്കടലിളകുന്ന പ്രതീതിയാണ്. അങ്ങകലെ ഒരു ഭാഗത്ത് കർണാടക മലനിരകളും വനഭംഗിയും, മറുഭാഗത്ത് കുടിയാൻമലയും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന താഴ്വാരത്തിൻ്റെ ഭംഗിയും. ഇത് രണ്ടും സന്ദർശകരുടെ കണ്ണിനെ കുളിർപ്പിക്കുമെന്നതിൽ സംശയമില്ല. ട്രക്കിങ്ങിൻ്റെ ഹരവും വനത്തിൻ്റെ കുളിരും മലമുകളിലെ ദൃശ്യവിരുന്നുമാണ് പൈതൽ മല വാഗ്ദാനം ചെയ്യുന്നത്. കിതച്ചും തളർന്നേറിയെത്തുന്നവർക്ക് മുന്നിൽ പച്ചപ്പിൻ്റെ പുൽമേടിളക്കം, തണുത്ത കാറ്റ്, മഴക്കാലങ്ങളിൽ കമ്പിളിപ്പുതപ്പ് പോലെ ഊർന്നിറങ്ങുന്ന മൂടൽമഞ്ഞ്, ഇതൊക്കെയാണ് പൈതൽ മല വാഗ്ദാനം ചെയ്യുന്നത്. സംഗമം കൗമാരമുന്തിരി